നമസ്കാരം. ബുക്കർമാൻ ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദേവിക, ഡിജിറ്റൽ ന്യൂസ് പ്രസന്റർ. അന്താരാഷ്ട്ര എണ്ണവില ഉയർന്നു. US ഇറാൻ ആണവ കരാർ ചർച്ചകൾക്ക് മുന്നോടിയായി എണ്ണവില ഉയർന്നു. ട്രംപ് പ്രസിഡന്റ് ഇറാനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചതോടെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ വർദ്ധിച്ചു. ഗൾഫ് സ്റ്റോക്ക് മാർക്കറ്റുകൾ ഇടിഞ്ഞു. ദുബായ്, അബുദാബി മാർക്കറ്റുകളിൽ വീഴ്ചയുണ്ടായി. എന്നാൽ എണ്ണവില ഉയരുന്നത് മേഖലയിലെ ചില സ്റ്റോക്കുകൾക്ക് നേട്ടമാകുന്നുണ്ട്. സൗദി അറേബ്യയിൽ കോവിഡ് കാലത്തിന് ശേഷം ഏറ്റവും വലിയ ബജറ്റ് ഡെഫിസിറ്റ് രേഖപ്പെടുത്തി. അമേരിക്കയുമായുള്ള ടാരിഫ് പോരാട്ടത്തിനിടയിലും ചൈനയുടെ ട്രേഡ് സർപ്ലസ് റെക്കോർഡ് നിലവാരത്തിലാണ്. 2025 $1.2 ട്രില്യൺ വരെ എത്തിയ സർപ്ലസ് തുടരുന്നു. ട്രംപിന്റെ ടാരിഫുകൾ സുപ്രീം കോടതി തള്ളിയതോടെ ചൈനയ്ക്ക് ലിവറേജ് കൂടി. എന്നാൽ US-ലേക്കുള്ള ചില എക്സ്പോർട്ടുകൾ ടാരിഫ് ഒഴിവാക്കാൻ വഴികൾ തേടുന്നതായി ഡാറ്റ കാണിക്കുന്നു. അതിനിടെ 20 ജപ്പനീസ് ഡിഫൻസ് ഫേമുകൾക്കെതിരെ ചൈന എക്സ്പോർട്ട് കൺട്രോൾസ് ഏർപ്പെടുത്തി. യൂറോപ്പിലേക്ക് വരുമ്പോൾ ടാരിഫുകൾ ബിസിനസ് ഡൈനാമിസവും പ്രൊഡക്ടിവിറ്റിയും ഭീഷണിപ്പെടുത്തുന്നതായി ECB മുന്നറിയിപ്പ് നൽകി. ഇൻഡസ്ട്രി ലോബി ഫ്രീ കാർബൺ പെർമിറ്റുകൾ കൂടുതൽ കാലം നീട്ടണമെന്ന് ആവശ്യപ്പെട്ടു. വൺ യൂറോപ്പ് വൺ മാർക്കറ്റ് സ്ട്രാറ്റജി പ്രഖ്യാപിച്ചു. 2027 അവസാനത്തോടെ ഫുൾ ഇൻ്റഗ്രേറ്റഡ് സിംഗിൾ മാർക്കറ്റ് ലക്ഷ്യമിടുന്നു. ബ്രിട്ടനിൽ ഊർജ്ജ ബില്ലുകൾ ഏപ്രിലിൽ £117 കുറയും. വില ക്യാപ് മാറ്റത്തോടെ ശരാശരി വാർഷിക ബിൽ £1,641 ബിസിനസ് ആക്ടിവിറ്റി ശക്തമായി തുടരുന്നു. ഫെബ്രുവരി PMI ഉയർന്നു. Q1 GDP ഗ്രോത്ത് പോണ്ട 3% പ്രതീക്ഷിക്കുന്നു. എന്നാൽ ജോലി നഷ്ടപ്പെടുത്തൽ തുടരുന്നു. സ്മോൾ ബിസിനസ്സുകൾ ഏപ്രിൽ കോസ്റ്റ് ക്രഞ്ചിന് തയ്യാറെടുക്കുന്നു. £112 ബില്യൺ അൺപെയ്ഡ് ഇൻവോയ്സുകളുണ്ട്. ജർമ്മൻ ചാൻസലർ മെർസ് ചൈന സന്ദർശനം നടത്തുന്നു. ഇക്കണോമിക് കോഓപ്പറേഷനായിരിക്കും ഫോക്കസ് എന്നു കരുതുന്നു. വാഹന ഡാറ്റ എക്സ്പോർട്ട് ഗൈഡ് ലൈൻസ് പുതുക്കി. ക്രിട്ടിക്കൽ മിനറൽസ്, റെയർ എർത്ത് മേഖലയിൽ ഗ്ലോബൽ സ്റ്റോക്ക് പൈലിംഗ് റേസ് തുടരുന്നു. ഇന്ത്യയിൽ പ്രൈവറ്റ് സെക്ടർ ഫെബ്രുവരിയിൽ ത്വരിതപ്പെട്ടതായി റിപ്പോർട്ട്. മാനുഫാക്ചറിംഗ് ഗ്രോത്ത് ശക്തമായി. HSBC PMI 59.3 ഉയർന്നു. എന്നാൽ നിഫ്റ്റി IT ഇൻഡെക്സ് ഫെബ്രുവരിയിൽ 21% ഇടിഞ്ഞു. AI ഡിസ്ട്രപ്ഷൻ ആശങ്കകൾ കാരണം 23 വർഷത്തെ ഏറ്റവും മോശം ഫെബ്രുവരി. Q3 GDP ഫെബ്രുവരി 27 പുറത്തുവിടും. 7.2% ഗ്രോത്ത് പ്രതീക്ഷിക്കുന്നു. US ടാരിഫ് റൂളിംഗ് റിലീഫ് നൽകി. സെൻസെക്സ് നിഫ്റ്റി ഉയർന്നു. ട്രഡെക്സ് കേരള 2026 ഇന്റർനാഷണൽ ബയർ സെല്ലർ മീറ്റ് MSMEകളെ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നു. യൂണിയൻ ബജറ്റിൽ റെയർ എർത്ത് കോറിഡോർ, അഗ്രികൾച്ചർ, ടൂറിസം പ്രോജക്റ്റുകൾക്ക് പിന്തുണ ലഭിച്ചു. സ്റ്റോക്ക് മാർക്കറ്റ് ആൻഡ് ടെക്. ഏഷ്യൻ മാർക്കറ്റുകളെ ചൈനീസ് സ്റ്റോക്കുകൾ റാലി ചെയ്യുന്നു, പ്രത്യേകിച്ച് ന്യൂ ടെക് ആൻഡ് AI മേഖലയിൽ. ഹോങ്കോങ് സ്റ്റോക്കുകൾ AI ആശങ്കകൾ കാരണം ഇടിഞ്ഞെങ്കിലും മെയിൻലാൻഡ് മാർക്കറ്റ് ശക്തം. US ഇൻവെസ്റ്റർമാർ ഹോങ്കോങ്, മെയിൻലാൻഡ് സ്റ്റോക്കുകൾ വാങ്ങുന്നത് വർദ്ധിച്ചു. യുവാൻ മൂല്യം 3 വർഷത്തെ ഉയർന്ന നിലയിൽ. കമ്പനികൾ ആൻഡ് ഇൻഡസ്ട്രി. JD.comന്റെ ഫൗണ്ടർ റിച്ചർഡ് ല്യൂ പുതിയ ഗ്രീൻ യാച്ച് ബ്രാൻഡ് സി എക്സ്പാൻഡറി ആരംഭിച്ചു. ഹ്യൂമനോയിഡ് റോബോട്ടുകൾ ഫെസ്റ്റിവൽ ഗാലയിൽ ശ്രദ്ധ നേടി. ഏഷ്യസ് ന്യൂ ടെക് ഡ്രൈവനായി ഉയർന്നു. AI മേഖലയിൽ ചൈനീസ് ഫേമുകൾ ഡീപ് സീക്ക്, മൂൺഷോട്ട്, മിനിമാക്സ്. ആന്ത്രോപിക്കിന്റെ ഡാറ്റ ഡിസ്റ്റിലേഷൻ ആരോപണം നേരിടുന്നു. ഹോം അപ്ലയൻസ് ഭീമൻ ഹയർ സൗത്ത് ആഫ്രിക്കയിൽ പ്രവേശിച്ചു. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ബുക്കർമാൻ ബിസിനസ് ന്യൂസ്. വീണ്ടും നാളെ രാവിലെ 7:30. ഹാവ് എ നൈസ് ഡേ.